അപ്പോൾ ഇന്നൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഫ്ലെയിം കൊടുത്തു. അതിനുശേഷം നമുക്കത് വേകാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നികക്കെ വെള്ളം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബസ് ധാരാളം മതി. ഇതാ, എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുന്നു. അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ അവിടെ ഇരിക്കാം. പിന്നെ മെഴുക്കുവരട്ടിക്ക് ആയതുകൊണ്ട് കണ്ടമാനം വെന്തുകൂടാ. ഒരു കഷ്ണങ്ങളിങ്ങനെ വേറെ വേറെ കിടക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കിഴങ്ങ് റെഡിയായോ എന്ന് നോക്കാം. നല്ലോണം പറ്റി നന്നായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കൊടുത്തു. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത്, അതായത് നമ്മുടെ മുളക്, വത്തൽ മുളകും ഉള്ളിയും കൂടെ ചതച്ചെടുത്തത് വേണം ഇവിടെ. ഞാനൊരു 6 കഷ്ണം ഉള്ളി എടുത്തു, ഒരു 4 മുളകും എടുത്തു കേട്ടോ, വത്തൽ മുളകും എടുത്തു. ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് മെഴുക്കുവരട്ടിക്കായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടോണം. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങ്, വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എൻ്റെ കിഴങ്ങിനൊരു സ്വല്പം വെള്ളം, ലേശം വെള്ളം കൂടുതലായിരുന്നു. അതുകൊണ്ട് അതിന് ഇച്ചിരി കൂടുതൽ വെന്ത് പോയോ എന്നൊരു ഡൗട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി കുഴഞ്ഞു പോകാതെ ഓരോന്ന് വിട്ട് കിടക്കുന്ന മെഴുക്കുവരട്ടി വെക്കണേ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. എല്ലാവരും ഈസിയായിട്ട് എല്ലാവർക്കും വെക്കാവുന്നൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ലേശം നേരെ ഇതിവിടെ ഒരു 2 മിനിറ്റ് അവിടെ കിടന്നൊന്ന് ഫ്രൈ ആകുന്നവരെ ഇടുക. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല, പൊട്ടറ്റോ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടി ചോറ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.